ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് SSLC ICT പ്രാക്ടിക്കൽ എക്സാമിന് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ നിന്നും വരാവുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ക്സ്കേപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് ഇതിലെങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഡ്രോ ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് റെക്റ്റാങ്കിൾസ് ആണ്. റെക്റ്റാങ്കിൾസ് നമുക്കറിയാം. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സ്ക്വയർ, റെക്റ്റാങ്കിൾ, ചതുരങ്ങളൊക്കെ വരയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ നോട്ട്സ് ഉപയോഗിച്ചിട്ട് ചതുരത്തിൻ്റെ എഡ്ജസ് നമുക്ക് ഈ വിധത്തിൽ ക്രമീകരിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മളെ സെലക്ഷൻ ടൂള്. അത് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അത്തരത്തിൽ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സർക്കിൾസ് ഡ്രോ ചെയ്യാം. ഈ സർക്കിൾസ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നോട്ട്സ് ഉപയോഗിച്ചിട്ട് സെമി സർക്കിൾ, ആർക്ക് പോലെയുള്ള എല്ലാ ഷേപ്പുകളും ചെയ്യാം. ഇനി ഫുൾ സർക്കിൾ ആക്കണമെങ്കിൽ നമ്മൾ സർക്കിൾ ടൂളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ടൂൾ കൺട്രോൾ ബോക്സിനകത്ത് നമുക്ക് ഇവിടെ മേക്ക് ദ ഷേപ്പ് എ ഹോൾ എലിപ്സ് എന്ന് പറയുന്ന ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സർക്കിൾ ആക്കിയിട്ട് മാറ്റാനും സാധിക്കും. ഇനി നമുക്ക് പരിചയപ്പെടേണ്ട രണ്ട് ഭാഗങ്ങളാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഫിൽ എന്താണ്, സ്ട്രോക്ക് എന്താണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ക്സ്കേപ്പിലുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് കറക്റ്റായി ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ, അതായത് സർക്കിൾ നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫിൽ ആൻഡ് സ്ട്രോക്കിൻ്റെ വിൻഡോ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം. ഇപ്പോൾ നമുക്കിതിലൊന്നും വിസിബിൾ അല്ല, കാരണം നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ടില്ല. ഇനി ഞാനിവിടെ ഈ സർക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അതിൻ്റെ ഫിൽ ആൻഡ് സ്ട്രോക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് വിസിബിളായി കാണാവുന്നതാണ്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ട ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലുള്ള കളറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിൽ എന്ന് പറയുന്നത്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ടർ സൈഡിൽ നമുക്കിവിടെ സ്ട്രോക്ക് നമ്മൾ നോ പെയിൻ്റ് ആണ്, അതായത് ഇവിടെ സ്ട്രോക്ക് ഇല്ല. സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ സ്ട്രോക്ക് പെയിൻറ്റ് ടാബിനകത്ത് ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, കാരണം ഇവിടെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കൂട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്ട്രോക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ടാബിനകത്തേക്ക് പോയി അവിടെ വിഡ്ത്ത് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇവിടെ വിഡ്ത്ത് കൂട്ടുന്നതിനനുസരിച്ച് നമുക്കവിടെ സ്ട്രോക്ക് ലഭ്യമാവുന്നതായിട്ട് കാണാം. ഇനി സ്ട്രോക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും സ്ട്രോക്ക് പെയിൻറ്റ് എന്ന് പറയുന്ന ടാബിനകത്തേക്ക് തന്നെ വരാം. സ്ട്രോക്ക് പെയിൻറ്റിനകത്ത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ കഴിയുന്നത് വീലിലായിരിക്കും. അപ്പോൾ വീൽ എന്ന് പറയുന്ന മെനു എടുക്കുക, വീൽ എന്ന ടാബ് എടുക്കുക. അതിനുശേഷം നമ്മളവിടെ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്ട്രോക്കിൻ്റെ കളർ അവിടെ ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഫിൽ ടാബിനകത്ത് നമ്മൾ കളറ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിൻ്റെ കളറും ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ സർക്കിളിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ആ കളറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്, ഡാർക്ക്, നോർമൽ, ഇതിലേത് വേണമെന്ന് നമുക്കിവിടെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിനകത്ത് ആ പോയിൻ്റ് ഉപയോഗിച്ചിട്ട് തീരുമാനിക്കാം. അപ്പോൾ ഫില്ല് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നോ പെയിൻ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിന് ഫില്ലില്ല, നമ്മളതിൽ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറില്ല, അപ്പോൾ നമുക്കത് കാണാൻ കഴിയില്ല. ഇതുപോലെ ചോദ്യങ്ങളിൽ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അതുപോലെ സ്ട്രോക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്കിതിന് ഫില്ലൊന്ന് ഫ്ലാറ്റ് കളർ കൊടുക്കാം. സ്ട്രോക്ക് ഒഴിവാക്കണമെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ സ്ട്രോക്ക് പെയിൻറ്റ് എന്ന് പറയുന്ന ടാബ് എടുക്കുന്നു, നോ പെയിൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ കളർ നമുക്ക് ചില സമയങ്ങളിൽ കാണാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വരാം. അത്തരം കേസുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വീലെടുത്താൽ നമുക്ക് ആൽഫ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഭാഗം ഇവിടെ കുറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് കൂടിയിരുന്നാൽ, അതായത് അതിൻ്റെ ലിമിറ്റായ 255 മാത്രമാണ് നമുക്ക് കളർ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ബ്ലറ് കൂടിയിരുന്നാലും നമുക്ക് കളർ വ്യക്തമായി കാണാൻ സാധിക്കില്ല. ബ്ലറ് 0-യിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒപ്പാസിറ്റി കൂടി ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കളർ വ്യക്തമായി കാണാൻ സാധിക്കുക. ഒപ്പാസിറ്റി കുറഞ്ഞിരുന്നാലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒപ്പാസിറ്റി 100%-ലേക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കളറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുമ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കളർ ടാബിനകത്തൊന്ന് കൊടുത്തു നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കളറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അപ്പോൾ ഞാൻ ഈ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ക്ലോസ് വിത്തൗട്ട് സേവിംഗ് ആണ് കൊടുക്കുന്നത്. ചോദ്യത്തിലേക്ക് വന്നാൽ നമ്മളോട് ആദ്യമായി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രിപ്പയർ ആൻ ഇമേജ് ഓഫ് എൻട്രൻസ് ആർക്ക് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദി മോഡൽ. Arrange the text Little Kites Camp 2023 in a curve as shown in the model. Save this image as SVG file in the folder exam 10 in home with your register number _ question number as file name. ചോദ്യത്തിൻ്റെ മലയാളം ശ്രദ്ധിക്കാം. മാതൃകയിലുള്ളതുപോലെ ഒരു പ്രവേശന കവാടത്തിൻ്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് 2023 എന്നത് കമാനാകൃതിയിൽ ക്രമീകരിക്കുക. ഈ ചിത്രം ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ SVG ഫയലായി സേവ് ചെയ്യുക. ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യാം. ആദ്യമായി നമുക്ക് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ചോദ്യത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു മോഡലിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു അർദ്ധവൃത്തം സെമി സർക്കിളാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ സെമി സർക്കിൾ വരക്കുന്നതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് സർക്കിൾസ് ടൂൾ എടുക്കുന്നു. ക്രിയേറ്റ് സർക്കിൾസ് ടൂൾ നമ്മൾ ഇവിടെയാണ് എടുക്കുന്നത്. അതിനുശേഷം സ്റ്റാർട്ട് ടൂൾ കൺട്രോൾ ബോക്സിൽ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് നമ്മൾ ഒരു അർദ്ധവൃത്തത്തിൻ്റെ ടോട്ടൽ ആംഗിൾസ് അഥവാ അതിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിൽ 180 എന്ന് എഴുതുന്നു. 180 എഴുതിയതിന് ശേഷം നമ്മളിവിടെ ഒരു വൃത്തം വരക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അർദ്ധവൃത്തമായിട്ടാണ് ലഭിക്കുക. അപ്പോൾ നമുക്കൊരു അർദ്ധവൃത്തം ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ അർദ്ധവൃത്തത്തിനെ നമ്മൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യാനുസരണം അതിനെ വലുതാക്കി വെക്കുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കളറ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ബ്ലൂ കളർ ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളർ ഇവിടെ കളർ പാലറ്റിൽ ലഭ്യമാണ്. ഈ ബ്ലൂ ആണ് നമുക്ക് ആക്കേണ്ടത്. ഇനി നമുക്ക് രണ്ടാമതൊരു വൃത്തം വൈറ്റ് കളറിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഈ വൃത്തത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വൃത്തം സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനോ അതല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഇതിൻ്റെ മുകളിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നിലധികം തവണ ഡ്യൂപ്ലിക്കേറ്റ് വരാൻ പാടില്ല. നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഷേപ്പുകൾ, രണ്ട് ഒബ്ജക്റ്റുകൾ മാത്രമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഒരു തവണയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ മുകളിലുള്ള വൃത്തത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഞാനിപ്പോൾ അതിൻ്റെ വൈറ്റ് ആക്കുന്നില്ല, മനസ്സിലാകാൻ വേണ്ടി നമ്മൾ വേറൊരു കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്കൈ ബ്ലൂ കളറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചോദ്യത്തിൻ്റെ മാതൃകയിൽ ഉള്ളതുപോലെ ഇതിൻ്റെ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് അഥവാ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമ്മളിതിൻ്റെ വലുപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് ചെറുതാക്കി ക്രമീകരിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ ചെയ്യുന്നത് പോലെ ഇതുപോലെ ക്രമീകരിച്ച് വെക്കുന്നു. നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതിനെ മൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരാം. അതിന് കാരണം ഇവിടെയുള്ള ഈ ടൂൾ സ്നാപ്പ് നോട്ട്സ് പാത്ത് ആൻഡ് ഹാൻഡിൽസ് എന്ന് പറയുന്ന ടൂള് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണത്താലാണ് നമുക്കത് മൂവ് ചെയ്യാൻ സാധിക്കാത്തത്. നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചോദ്യവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു പൊസിഷൻ സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ക്സ്കേപ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതുപോലെ ചെയ്യാനുണ്ട്. നമ്മൾ എല്ലാ ചോദ്യങ്ങളും ഒറ്റ വീഡിയോയിൽ ഒതുക്കി കഴിഞ്ഞാൽ അത് വല്ലാണ്ട് ലെങ്തായി പോകും. അതുകൊണ്ട് നമ്മൾ പാർട്ടാക്കിയിട്ട് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലായിരിക്കും ഇങ്ക്സ്കേപ്പ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും എല്ലാ പാർട്ടുകളും കാണാൻ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് എഴുതണം, ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് 2023. അപ്പോൾ ഇത് എഴുതുന്നതിന് വേണ്ടി നമുക്ക് ടെക്സ്റ്റ് ടൂൾ എടുക്കാം. ഇതാണ് ടെക്സ്റ്റ് ടൂൾ, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്. ടെക്സ്റ്റ് ടൂൾ എടുത്ത് വിൻഡോയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഒരു ഒബ്ജക്റ്റും വരാത്ത ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ എഴുതിയതുപോലെ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് 2023 എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് 2023 ക്യാപ്സ് ലോക്ക് ചെയ്ത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ ക്യാപ്സ് ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ എഴുതുന്നത്. കീബോർഡിലെ ക്യാപ്സ് ലോക്ക് കീ പ്രസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ
എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് 2023 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇത് ബോൾഡ് ചെയ്യേണ്ടതുണ്ട്. ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് എഴുതിയ ഉടനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പമായി തോന്നുക. കാരണം നമ്മൾ പിന്നീട് അത് ടെക്സ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കൺട്രോൾ എ അമർത്തി കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. കീബോർഡിലെ കൺട്രോളും എ ബട്ടണും ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഇത് പ്രയാസകരമായി തോന്നാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എഴുതിയ ഉടനെ തന്നെ കൺട്രോൾ എ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു വെക്കുന്നതായിരിക്കും നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോൾഡ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ വലിപ്പം ഒന്ന് ക്രമീകരിച്ച് വെക്കുന്നു. നമ്മളെ ചോദ്യത്തിലുള്ളതുപോലെ ഏകദേശം നമ്മളതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ എഴുത്തിനെ കമാനാകൃതിയിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പഠിച്ച ഒരു മെത്തേഡാണ് പുട്ട് ഓൺ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ടെക്സ്റ്റും അതുപോലെ നമ്മൾ ഏത് ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്കാണോ ഇതിനെ വെക്കാൻ പോകുന്നത് ആ ഒബ്ജക്റ്റും നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് 2023 എന്നുള്ള ഈ ടെക്സ്റ്റും അതുപോലെ നമ്മളെ ഈ നടുവിലുള്ള ഹാഫ് സർക്കിൾ അതായത് അർദ്ധവൃത്തവും നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിക്കുന്നുണ്ട്. കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ടെണ്ണവും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് 2023യും ഈ നടുവിലുള്ള ഹാഫ് സർക്കിളും നമ്മൾ ആ ഒരു അർദ്ധവൃത്തവും നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടെക്സ്റ്റ് മെനുവിലെ പുട്ട് ഓൺ പാത്ത് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ടെക്സ്റ്റ് മെനുവിലെ പുട്ട് ഓൺ പാത്ത് എന്ന ഓപ്ഷനിലൂടെ നമുക്കിത് കമാനാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ കമാനാകൃതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ രണ്ട് ടെക്സ്റ്റും അതുപോലെ തന്നെ ഹാഫ് സർക്കിളും ഇവിടെ സെലക്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ചോദ്യത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് ഈ ടെക്സ്റ്റ് കറക്റ്റായി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്തതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കാം. അതിനുശേഷം ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യണം. ശ്രദ്ധിക്കണം, ടെക്സ്റ്റ് മാത്രമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ കളറൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കളർ നമ്മൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അർദ്ധവൃത്തം മാത്രം സെലക്ട് ചെയ്യണം. അർദ്ധവൃത്തം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അർദ്ധവൃത്തത്തിൻ്റെ സൈസ് ഒന്ന് കുറച്ച് അതിനെ നമ്മൾ ആ എഴുത്ത് കറക്റ്റായി വരുന്ന രൂപത്തിൽ ക്രമീകരിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു അർദ്ധവൃത്തം നമ്മൾ ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത് കൊടുത്തിട്ടുള്ള അർദ്ധവൃത്തം നമ്മൾ ടെക്സ്റ്റ് കറക്റ്റായി വരുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മളെ ടെക്സ്റ്റ് വളരെ വ്യക്തമായിട്ട് ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അർദ്ധവൃത്തത്തിനെ വൈറ്റ് കളറാക്കി മാറ്റുന്നു. നമുക്ക് വേണ്ടത് വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളറാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുള്ള ഈ ഒരു നീല അർദ്ധവൃത്തം നമുക്ക് അതിൻ്റെ സൈസ് നമുക്ക് ചോദ്യത്തിലുള്ളതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇവിടെ താഴേക്കും അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും നമ്മൾ അതിൻ്റെ വലുപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തു വെച്ച ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് കുറച്ച് വിട്ട് നിർത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വൃത്തത്തിൽ നിന്ന് കുറച്ച് അകലത്തിലായിട്ട് ഇതിനെ ക്രമീകരിക്കാം. അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. ടെക്സ്റ്റിനെ മുകളിലേക്കും അതുപോലെ രണ്ട് സൈഡുകളിലേക്കും നമുക്ക് വലിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഇവിടെ സ്നാപ്പ് നോട്ട്സ് ടൂള് ഒന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിനൊന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ മുകളിൽ കുറച്ച് വിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഈ സൈഡിലും നമുക്ക് കുറച്ച് വിട്ട് നിർത്താം. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ഈ ഒരു കൺട്രോളിലും നമ്മൾ ഡ്രാഗ് ചെയ്തുകൊണ്ട് അതിൻ്റെ വലുപ്പം കുറച്ച് ഇങ്ങോട്ട് ക്രമീകരിക്കും. അപ്പോൾ നമ്മൾ പുട്ട് ഓൺ പാത്ത് ചെയ്ത ടെക്സ്റ്റ് കുറച്ച് ഭാഗം നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ഒരു ബ്ലൂ കളറ് വൃത്തം നമ്മളൊന്ന് ക്രമീകരിക്കുന്നു. സ്നാപ്പ് നോട്ട് ടൂൾ ഇടയ്ക്കിടയ്ക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് സർക്കിൾ ഒന്ന് വലുപ്പം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലിറ്റിൽ കൈറ്റ്സിൻ്റെ എല്ല് കുറച്ച്
താഴെയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. കാരണം നമുക്കിവിടെ സ്പേസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു എല്ലിനെ പുറത്തേക്ക് നമ്മൾ ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ടും അതുപോലെ റൈറ്റ് ആരോ മാർക്ക് ഉപയോഗിച്ച് കേഴ്സറിനെ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കേഴ്സർ എത്തിച്ചിട്ടുണ്ട്. ശേഷം ഒരു സ്പേസ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായി ആ ഒരു ടെക്സ്റ്റിനെ അലൈൻ ചെയ്ത് നിർത്താൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്ലൂ കളറ് ഹാഫ് സർക്കിൾ നമുക്ക് ചോദ്യത്തിൽ തന്നതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ തന്നതുപോലെ ബ്ലൂ കളറ് ഹാഫ് സർക്കിളും വൈറ്റ് കളറ് ഹാഫ് സർക്കിളും അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂന്നിനെയും നമുക്ക് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഈ ഹാഫ് സർക്കിളിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുത്തു വെക്കാം. അപ്പോൾ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. അതിൻ്റെ കളർ നമുക്ക് ഹാഷ് കളറാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മളതിനെ ഹാഷ് കളർ കൊടുത്ത് ഇവിടേക്ക് മാറ്റി വെക്കുന്നു. ഇനി ഈ മൂന്നെണ്ണത്തിനെയും നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ചെയ്യുന്നത് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലൂ സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമ്മൾ ടെക്സ്റ്റിനെയും ഈ വൈറ്റ് കളർ ഹാഫ് സർക്കിളിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ മൂന്ന് ഒബ്ജക്റ്റും ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹാഫ് സർക്കിൾ ഇതിൻ്റെ നടുവിൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ക്രമീകരിച്ച് വെക്കാം. നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ ഹാഫ് സർക്കിളും ഇവിടെ ക്രമീകരിച്ച് വെക്കുന്നു. ശേഷം ഇതിനെ രണ്ടിനെയും നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ചെയ്ത ഒബ്ജക്റ്റിനെയും ഇതിനെയും ഒരുമിച്ച് ഗ്രൂപ്പാക്കി മാറ്റേണ്ടതുണ്ട്. അതിന് ഹാഷ് കളറായിട്ടുള്ള അർദ്ധവൃത്തവും അതുപോലെ മറ്റുള്ള ഒബ്ജക്റ്റുകളും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഷേപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രം ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ SVG ഫയലായി സേവ് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഫയൽ മെനുവിലെ SVG ഫയലായി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ സേവ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. സേവോ അല്ലെങ്കിൽ സേവാസോ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ എക്സാമിന് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം _ നമ്മൾ ആൽഫബറ്റിന് മുകളിലുള്ള മൈനസും ഷിഫ്റ്റ് മൈനസും കൂടി ഒരുമിച്ച് അമർത്തിയിട്ടാണ് നമ്മൾ _ ഇടുന്നത്. ഇവിടെ ഗ്രൂപ്പ് 1 ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് 1 G1 എന്നോ അല്ലെങ്കിൽ Q1 എന്നോ നമ്മൾ പേര് കൊടുക്കാം. അതിനുശേഷം നമ്മളെ ഫോൾഡർ എന്ന് പറയുന്നത് എക്സാം 10 ആണ്. അതിന് ഹോം ഫോൾഡറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഹോം ഫോൾഡർ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡെസ്ക് ടോപ്പിൻ്റെ തൊട്ട് മുകളിലുള്ള ഫോൾഡർ ആയിരിക്കും എപ്പോഴും ഹോം ഫോൾഡറായിട്ട് വരിക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കുക, സേവ് ഇൻ ഫോൾഡറിൽ ഹോം ഫോൾഡറിൻ്റെ പേരും എക്സാം 10ഉം ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യത്തിൽ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ എക്സാം ചെയ്യുമ്പോൾ ഇതൊന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലെ എക്സാം 10 ഫോൾഡർ എടുത്ത് ഇങ്ങനെ ഒന്ന് ക്രമീകരിച്ച് വെക്കുക. കാരണം നമ്മൾ ഇൻവിജിലേറ്റർമാരെ ഈ 2 ഫയലുകളും കാണിക്കേണ്ടി വരും. നമ്മൾ ചെയ്ത ഫയലും എക്സാം 10 ഫോൾഡറും ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. പ്രിപ്പയർ ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദി മോഡൽ. Save this image as SVG file in the folder exam 10 in home with your register number _ question number as file name. ചോദ്യത്തിൻ്റെ മലയാളം നോക്കാം. മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക. ഇതിനായി നമുക്ക് ചോദ്യം മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഒരു മാതൃക ഇങ്ക്സ്കേപ്പിൽ ചെയ്യാനാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു വൃത്തമാണ് ആദ്യം വരക്കേണ്ടത്. അപ്പോൾ വൃത്തത്തിൻ്റെ ടൂളായിട്ടുള്ള സർക്കിൾസ് ടൂൾ എടുത്ത് നമ്മൾ വിൻഡോയിൽ ഒരു വൃത്തം വരക്കുന്നു.
വൃത്തം വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, വൃത്തം ഇങ്ങനെ പല ടൈപ്പിലും നമുക്ക് കാണാൻ സാധിക്കും. വൃത്തം വരക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാഫായിട്ടോ അല്ലെങ്കിൽ ആർക്കായിട്ടോ ഒക്കെ വരാം. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ വൃത്തത്തിൻ്റെ ടൂൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ വൃത്തത്തിൻ്റെ ടൂളാണോ എന്ന് ഉറപ്പിക്കുക. അതിനുശേഷം ഇവിടെ മേക്ക് ദ ഷേപ്പ് എ ഹോൾ എലിപ്സ് നോട്ട് ആർക്ക് ഓർ സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫുൾ സർക്കിളായിട്ട് അത് മാറ്റാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ സ്ട്രോക്ക് ആവശ്യമാണ്. സ്ട്രോക്ക് ആവശ്യമായതിനാൽ നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന വിൻഡോ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ ഒബ്ജക്റ്റ് സെലക്ട് ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. നമുക്കിതിന് ഫിൽ കളർ ഓക്കെയാണ്. സ്ട്രോക്ക് കളർ ഒന്ന് കൊടുക്കാം. സ്ട്രോക്ക് പെയിൻ്റ് എടുത്തതിന് ശേഷം ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിതിൻ്റെ കളർ ബ്ലാക്ക് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ കളർ മാറ്റാൻ നോക്കുന്നില്ല. അതുകൊണ്ട് ഇനി കളർ മാറ്റേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ വെയിലെടുത്ത് ഇതുപോലെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ട്രയാങ്കിൾ ഷേപ്പൊക്കെ ഉപയോഗിച്ച് ട്രയാങ്കിളിൻ്റെ ഈ അറ്റത്തായിരിക്കും ബ്ലാക്ക് കളർ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫിൽ കളർ വൈറ്റ് കൊടുക്കാം. ഫിൽ കളർ എടുത്ത് നമ്മൾ വൈറ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ, ഒരു അർദ്ധവൃത്തം ചുവപ്പ് കളറിൽ വരച്ച് ഇതിൻ്റെ നടുവിലേക്ക് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമ്മളൊന്ന് മാറ്റി വെക്കുന്നു. ഇനി ഇതിൻ്റെ സ്ട്രോക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്ട്രോക്ക് ഒഴിവാക്കുന്നു. സ്ട്രോക്ക് പെയിൻറ്റിൽ നോ പെയിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഫിൽ കളറിൽ നമുക്ക് ചുവപ്പ് കളർ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഫിൽ കളർ എടുത്ത് വീലെടുത്ത് നമ്മളിവിടെ ട്രയാങ്കിൾ ഷേപ്പും അതുപോലെ തന്നെ ഈ സർക്കിളും ഉപയോഗിച്ച് അതിൻ്റെ കളറ് റെഡാക്കി മാറ്റുന്നു. ഇനി ഇതിനെ ഹാഫ് സർക്കിൾ ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സർക്കിൾ ടൂൾ എടുത്ത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു 180 എന്ന് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഒരു ഹാഫ് സർക്കിളാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒബ്ജക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുന്ന് വെച്ച് നമുക്ക് നേരത്തെ ചോദ്യങ്ങളിൽ ചെയ്തതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് ചോദ്യത്തിലുള്ളതുപോലെ ഇവിടെ ക്രമീകരിച്ച് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിലുള്ളതുപോലെ ഇവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഒബ്ജക്റ്റുകളും നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് അമർത്തി പിടിച്ചതിന് ശേഷം ആദ്യത്തെ വൃത്തവും രണ്ടാമത്തെ ഹാഫ് സർക്കിളും നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതെല്ലാം ഒരൊറ്റ ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ exam10 ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യണം. SVG ഫയലായി സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഫയൽ മെനുവിലെ സേവോ അല്ലെങ്കിൽ സേവാസോ ഉപയോഗിക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സേവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ .svg കളയാതെ നമ്മളവിടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ Q1 അല്ലെങ്കിൽ G1 എന്നൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ G1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഹോം ഫോൾഡറിൽ exam10ലേക്കാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ exam10 ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് സേവ് ഇൻ ഫോൾഡറിൽ ഇത് കറക്റ്റായി വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഹോം ഫോൾഡർ അതുപോലെ exam10 ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോം ഫോൾഡറിലെ exam10 എടുക്കണം. exam10 ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത വിൻഡോയും exam10ഉം ഇതുപോലെ ക്രമീകരിച്ച് വെച്ചതിന് ശേഷം ഇൻവിജിലേറ്ററെ വിളിച്ച് കാണിക്കാം.